ജസ്റ്റ് ഒരു കോമൺ വീഡിയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും അത് അറിയണമെന്നില്ല. സോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് വന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്കറിയാവുന്ന കുറച്ച് ബേസിക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഈ സ്കിൻ കെയർ നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ ഭയങ്കര അഫോർഡബിൾ കാര്യമൊന്നുമല്ല. പക്ഷെ നമുക്ക് നമ്മുടെ രീതിയിൽ അത് അഫോർഡാക്കി എടുക്കാം. ഉദാഹരണത്തിന് ഇപ്പം ഓക്കെ, നമ്മുടെ സ്കിൻ നമുക്ക് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കണം. നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആയിരുന്നാലേ അത് നമ്മുടെ സ്കിന്നിൽ അത് കാണാൻ പറ്റുള്ളൂ. സോ ഒരു ദിവസം മാക്സിമം ഒരു 2 liters ഓഫ് വാട്ടർ നമ്മൾ കുടിക്കാൻ നോക്കുക. പിന്നെ ബേസിക്കായിട്ട് അപ്പം തന്നെ നമ്മുടെ സ്കിന്നിലെ മാറ്റം നമുക്കറിയാൻ പറ്റും. കാരണം നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആവും, കുറച്ചുകൂടെ പ്ലംബി ആവും, അങ്ങനെ കുറേ മാറ്റങ്ങൾ നമുക്കറിയാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ വെള്ളം കുടിക്കുക. പിന്നെ നമ്മൾ എത്ര മുഖത്ത് തേച്ചാലും ഒരു കാര്യം മനസ്സിലാക്കുക, എത്ര മുഖത്ത് തേച്ചാലും നമ്മുടെ സ്കിൻ ടോൺ ഏതാണോ അതേ നമ്മളാവും. ഇല്ലെങ്കിൽ ഗ്ലൂട്ടാത്തൈൻ പോലെ ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കണം. അങ്ങനെയുള്ള ചിലപ്പം ഏതെങ്കിലും ക്രീം തേച്ച് കഴിഞ്ഞ്, ഇപ്പം വൈറ്റനിങ് ക്രീം തേച്ച് കഴിഞ്ഞാൽ മാറും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ ഒരു ടൈമിൽ ഞാനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ലൈക്ക് യു ആർ ഡാർക്ക്, ലൈക്ക് എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ എന്നെ ആൾക്കാർ ലൈക്ക് ഇരട്ടപ്പേരിട്ട് വിളിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. സോ അതൊരു പ്രശ്നമല്ല ലൈഫിൽ. ഇപ്പം എനിക്കതറിയാം. ഇപ്പം നമ്മുടെ ചുറ്റുപാടുള്ളവരായാലും വാട്ടർ ബ്രൗൺ സ്കിൻ, വാട്ടർ സ്കിൻ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയും. കാരണം നമ്മുടെ ആ ഒരു ജനറേഷൻ മാറി ഇപ്പോഴത്തുള്ള ജനറേഷന് നമുക്കറിയാം ഫെയർ അല്ല, അങ്ങനെയുള്ള കാര്യമല്ല നമ്മുടെ സ്കിന്നിന് വേണ്ട. നമ്മുടെ സ്കിൻ ക്ലിയർ ആയിരിക്കണം എപ്പോഴും. നമ്മുടെ സ്കിൻ ടോൺ നമ്മുടെ ഈ പിരികത്തിനടിയിലുള്ള കളർ എനിക്ക് ത്രെഡ് ചെയ്താൽ ചിലപ്പോൾ അറിയാൻ പറ്റും, ഇപ്പം അറിയാൻ പറ്റില്ല എങ്കിലും നോക്കുക. നമ്മുടെ പിരികം ത്രെഡ് ചെയ്യുമ്പോൾ നമ്മുടെ പിരികത്തിനടിയിലുള്ള ഏത് സ്കിൻ ടോൺ ആണോ അതാണ് നമ്മുടെ റിയൽ സ്കിൻ ടോൺ, നമ്മുടെ ഓവറോൾ സ്കിൻ ടോൺ. അപ്പം അതൊന്ന് ഈവൻ ടോൺ ആക്കാം. നമ്മൾ തന്നെ വിചാരിച്ച് ഈവൻ ടോൺ ആക്കാം. ഓക്കെ, അതിന് കുറേ അഫോർഡബിൾ അല്ലാത്ത കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. കാരണം ഒരു മന്ത്ലി ഇത്രയുള്ള ടിന്നിന് നിയാസിനമൈഡ് സംതിങ് എന്തോ എനിക്കറിയത്തില്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പം അതിന് എനിക്ക് തോന്നുന്നു 300 എന്തോ ആണ് നമ്മുടെ ഫുൾ സ്കിന്നൊന്ന് ഈവൻ ടോണാണ്. ഓക്കെ, നിങ്ങൾക്കൊരു വരുമാനമുണ്ട്, നിങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് ഒരു 20 വരെയുള്ള കാര്യം, 80 to 20 വരെയുള്ള എന്നെപ്പോലുള്ള നോർമലായിട്ടുള്ള ഫീമെയിൽസിൻ്റെ കാര്യം. ഫീമെയിൽസ് ഒന്നും പറയാൻ പറ്റില്ല, 18+ അവരുടെ കാര്യമാണ്. ചിലപ്പോൾ മാസം ഒരു 300 രൂപ അഫോർഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്ക് പറ്റുമെങ്കിലും എനിക്ക് പറ്റത്തില്ലായിരുന്നു. അപ്പം നമുക്കങ്ങനെ അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്ന് പറയാൻ പറ്റില്ല. സോ ഞാൻ ഫോളോ ചെയ്ത് വന്ന് എൻ്റെ സ്കിന്നിൽ എനിക്ക് വന്ന മാറ്റം, ഞാൻ ഭയങ്കര വെളുത്തിട്ട് പാറുവാന്നൊന്നും പറയത്തില്ല. ഇത് ഒരു എഫക്റ്റും ഇല്ലാതെ നിങ്ങൾക്ക് കാണാം എൻ്റെ സ്കിന്ന് എങ്ങനെയാണ്. എൻ്റെ സ്കിന്നിൽ ആവശ്യമില്ലാത്ത ഒരു പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ മറിഞ്ഞ് വീണ് ഒക്കെയുള്ള പാടകളൊക്കെ ഉള്ളൂ. എങ്കിലും അതൊരു ഭയങ്കര വൃത്തികേടായിട്ടൊന്നും എനിക്ക് ഈ നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടില്ല. ഇത്ര നാളും ഞാൻ വിചാരിച്ചിരുന്നത് ഓക്കെ, വെളുത്ത് പാറുന്നതാണ് നമ്മളെ സൗന്ദര്യം, വെളുപ്പിലാണ് എന്നൊക്കെ. പക്ഷെ അതൊന്നും അല്ല. റിയലായിട്ട് സ്കിൻ ടോൺ നമ്മുടെ സ്കിന്നൊന്ന് ഈവൻ ടോൺ ആക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇൻട്രൊഡക്ഷനൊക്കെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. അതിന് ഫസ്റ്റായിട്ട് നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ട കാര്യമാണ് വെള്ളം കുടിക്കുക. ദിവസം ഒരു 2 liters ഓഫ് വാട്ടർ കുടിക്കുക. കാരണം നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം, എപ്പോഴും ബോഡി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം. ഡീഹൈഡ്രേറ്റ് ആവുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ ഡ്രൈനെസ്, ഇച്ചിങ്, ഇൻഫെക്ഷനൊക്കെ വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. സോ ഒരു ദിവസം നിങ്ങളൊരു 2 liters ഓഫ് വാട്ടറെങ്കിലും മിനിമം കുടിക്കാൻ നോക്കുക. ഞാൻ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ ഒരു കുപ്പി വെള്ളം എടുത്ത് വെക്കും, അത് കുടിക്കും, പിന്നെ നിറയ്ക്കും കൊണ്ടുപോകും. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പം എപ്പോഴും ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് കുടിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഗ്ലാസ്സിലെടുത്ത് കുടിക്കുന്നത് നമുക്ക് ഒരു കൺസിസ്റ്റൻറ്റ് രീതിയിൽ നമ്മൾ കുടിക്കത്തില്ല. സോ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക. ഇൻടേക്ക് നമ്മൾ കഴിക്കുന്ന ഇപ്പം നിങ്ങൾക്ക് എത്രയൊക്കെ ഞാൻ പറയട്ടെ, ഒരു മുടിയിലേക്ക് എന്തൊക്കെ തേച്ചാലും മുടി വളരാൻ പോകുന്നില്ല. ഉള്ളിലെ പ്രോട്ടീൻ കാരണമാണ് ഈ മുടി വളരുന്നത്. സോ ദിവസം ഒരു മുട്ടയെങ്കിലും കഴിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണ് മുട്ടയുള്ള മഞ്ഞയും വെള്ളയിൽ പ്രോട്ടീനാണ്. സോ ഇത് രണ്ടും കഴിക്കുന്നത് നല്ലതാണ്. സോ എഗ്ഗ് ദിവസം കഴിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം എഗ്ഗ് എന്നൊക്കെ പറയുമ്പോൾ 2 എണ്ണം നമുക്ക് 2 3 ഒക്കെ ആയിട്ട് വാങ്ങിക്കാമല്ലോ. സോ
എഗ്ഗ് കഴിച്ചാൽ മുടിക്ക് നല്ലതാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സ്. പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് മെൻസസ് ടൈം ആകുമ്പം എൻ്റെ മുഖത്ത് ഭയങ്കര വേദനയുള്ള കുരു വരും. അപ്പം എനിക്ക് ബ്ലഡ് ഹീമോഗ്ലോബിൻ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് ഡോക്ടർ വിറ്റാമിൻ സി ആണ് എഴുതി തന്നത്. വിറ്റാമിൻ സി നമ്മുടെ അയൺ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അതുമല്ല വിറ്റാമിൻ സി നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ ഭയങ്കര നല്ലതാണ്. സോ ഞാൻ വിറ്റാമിൻ സി എന്നും എടുത്തുകൊണ്ടിരുന്നതാണ്. ദിവസം 2 എണ്ണം വെച്ച് കഴിക്കാൻ തോന്നുന്നു, ഞാൻ 1 എണ്ണമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. സോ ആ ഒരു വിറ്റാമിൻ സി ഞാൻ കഴിച്ചുകൊണ്ടേ ഇരുന്നപ്പം എനിക്ക് മുഖത്ത് കുരു വരുന്ന കുറഞ്ഞു. എൻ്റെ സ്കിന്നൊന്ന് എനിക്ക് തന്നെ തോന്നി സ്കിന്നൊന്ന് ഈവൻ ടോൺ ആക്കി. ഓക്കെ, പുറത്ത് വിറ്റാമിൻ സി തേക്കുന്നതുകൊണ്ട് ഇനി അത്ര ഗുണമുള്ളതായിട്ട് എനിക്കറിയത്തില്ല. സോ ഞാൻ വിറ്റാമിൻ സി ഇൻടേക്ക് ചെയ്തു. വിറ്റാമിൻ സി ഒരു ടാബ്ലറ്റ് എനിക്കൊന്നൊരു 10-20 എന്തോ ഉണ്ട്. അതിന് 30 രൂപയേ ഉള്ളൂ. ഫാർമസിയിലെല്ലാം റേറ്റ് ആയിരിക്കും. അതിൻ്റെ ലെമൺ ഫ്ലേവർ ഉണ്ട്, ഓറഞ്ച് ഫ്ലേവർ ഉണ്ട്. ഞാൻ ഓറഞ്ച് ഫ്ലേവറാണ് എടുക്കുന്നത്. ഓറഞ്ച് ഫ്ലേവറിൽ നമ്മുടെ വായിലിട്ട് മുട്ടായി പോലെ കഴിക്കാൻ പറ്റും. സോ ഓറഞ്ച് ഫ്ലേവർ. പിന്നെ 3-മത്തെ കാര്യം ഷുഗർ ഇൻടേക്ക്. നമ്മൾ ആവശ്യമില്ലാതെ ലൈക്ക് ചായയിലോ അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ആവശ്യമില്ലാത്ത ഷുഗർ ഇൻടേക്ക് ചെയ്യാൻ പാടില്ല. കാരണം നമുക്കൊരു ദിവസം ഇല്ലെങ്കിൽ നമുക്ക് എത്ര ഷുഗർ ഇൻടേക്ക് ചെയ്യണമെന്നൊരു ആവറേജ് ഒരു ഓവറോൾ അളവുണ്ട്. സോ ആ അളവിനനുസരിച്ച് ഷുഗർ ഇൻടേക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് അതിന് ശേഷമുള്ള കാര്യമാണ് നമ്മൾ പച്ചക്കറി. നമ്മുടെ വീട്ടിൽ എന്തായാലും പച്ചക്കറി, മലയാളികളാണോ പച്ചക്കറി ഇല്ലാത്ത പരിപാടിയില്ല. സോ പച്ചക്കറി തിന്നാൻ നോക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ പച്ചക്കറി തിന്നുന്ന ആളല്ല. സോ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് വേവിക്കും. ലൈക്ക് ഇതങ്ങ് ഉടഞ്ഞു പോകുന്ന രീതിയിലാണ് വേവിക്കുന്നത്. സോ ഇത് അങ്ങ് കഴിക്കും, ചോറിനോട് അങ്ങ് കഴിക്കും, ഗതികെട്ട് കൊണ്ട് കഴിക്കും. പക്ഷേ ഇത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. നമ്മൾ പറഞ്ഞ ഈ 4 കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ മാറ്റം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഹിമാലയയുടെ ഫേസ് വാഷ്. എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഹിമാലയ ഫേസ് വാഷ് അത്ര നല്ലതല്ല, ഇറ്റ്സ് ഭയങ്കര ഹാർഷാണ്. പക്ഷേ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ ഞാൻ വീഡിയോ കണ്ടപ്പോൾ അവർ pH ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ pH ടെസ്റ്റ് ചെയ്യുന്നതിൽ ഹിമാലയ ഭയങ്കര സേഫാണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല, കൃത്യമായിട്ട് എനിക്കറിയത്തില്ല pH എത്രയാണെന്ന് എനിക്ക് ഓർമ്മ. പക്ഷേ ഹിമാലയ സേഫാണ്. സോ നിങ്ങൾക്കൊരു ഫേസ് വാഷ് ഹിമാലയയുടെ ഉപയോഗിക്കാം. ഇത്രയുള്ള ട്യൂബിന് 50 റുപ്പീസ് എന്തോ ആവുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ, ഭയങ്കര വിലയുള്ള മോയ്സ്ചറൈസർ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോൺസ് ഉണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഖാദിയുടെ മോയ്സ്ചറൈസറാണ്. അത് ഭയങ്കര അഫോർഡബിളാണ്. നമുക്കൊരു 3-4 മന്ത്സ് ലാസ്റ്റ് ചെയ്യും. ഒരു ബോട്ടിൽ ഇത്രയുണ്ടൊരു ബോട്ടിൽ. അത് 4 എണ്ണോ 2 എണ്ണോ 3 എണ്ണോ ഒരുമിച്ചാണ്. ഖാദി ഇന്ത്യൻ ബ്രാൻഡാണ്, ആയുർവേദിക് ബ്രാൻഡാണ്. ഒരു തരത്തിലുള്ള ഹാഷ് കെമിക്കൽസോ പാരബനോ അതിനകത്ത് അടങ്ങിയിട്ടില്ല. സോ നമുക്ക് അത് വാങ്ങിക്കാം. പിന്നെ മോയ്സ്ചറൈസർ. പിന്നെ നമ്മൾ SPF നിങ്ങൾക്ക് SPF ഇപ്പം ഡെർമാക്കോ, പിന്നെ വേറെ ഏതാ, പിന്നെ ഒരു പർപ്പിൾ കളറിലെ സൺസ്ക്രീൻ ഉണ്ട്. ഒരു പർപ്പിൾ, അതിൻ്റെ പേര് ഞാനങ്ങ് വിട്ടു, എനിക്കറിയത്തില്ല. സോ അങ്ങനെ കുറച്ച് സൺസ്ക്രീൻസ് ഉണ്ട്. എൻ്റെ നോർമൽ സ്കിന്നാണ്. സോ എനിക്ക് എല്ലാ പ്രോഡക്റ്റിനും സ്യൂട്ടബിൾ ആവും. സോ ഞാൻ അതുകൊണ്ട് മാറ്റിയും തിരിച്ചും അതും ഇതുമൊക്കെ വാങ്ങിക്കും. പിന്നെ ലാക്മേയുടെ അഫോർഡബിളാണ്. ലാക്മേ നല്ലതാണ്. പിന്നെ നമ്മൾ ബേസിക്കായിട്ട് ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക്. ഇപ്പം എനിക്ക് തോന്നുന്നു ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് ഉണ്ട്. എല്ലാ ഷെയ്ഡും അതിൽ അവൈലബിൾ ആണ്. ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ലിപ്പിലിടുന്നതിന് മുമ്പ് ഒരു മോയ്സ്ചറൈസിങ് ആയിട്ട് എന്തെങ്കിലും ഇട്ടാൽ നിങ്ങളുടെ ലിപ്പ് കറക്കുന്നത് കുറച്ച് കുറയും. ഇപ്പം എന്തെങ്കിലും കറക്കാൻ കാരണമായാൽ അത് കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും മുഖത്തിടുന്നതിന് മുമ്പ് നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്നത് നമ്മുടെ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിലെ നമ്മൾ ഹൈഡ്രേറ്റ് ആയിരിക്കുന്ന നമ്മുടെ സ്കിന്നിലെ വാട്ടർ കണ്ടൻറ്റ് ലോക്ക് ചെയ്യാനും. അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിൽ നമ്മളത് ഇടുമ്പോൾ നമ്മുടെ ലിപ്പ് കുറച്ചുകൂടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കും. പിന്നെ SPF ഉള്ളത് എനിക്ക് തോന്നുന്നു സെബാമയുടെ 200-300 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, വേണ്ട, നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. അത് ഇപ്പം പിന്നെ വേറെ എനിക്ക് പറയാൻ വേറെ ഒന്നുമില്ല. നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുക. ആവശ്യമില്ലാത്ത മെയിനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക. ലൈക്ക് നിങ്ങളുടെ ബോഡി ചുമ്മാ വെച്ച് ഫുഡ് കഴിച്ച് ചുമ്മാ എത്രയൊക്കെ പറഞ്ഞാലും വീട്ടുജോലി ചെയ്യുന്നതും എക്സസൈസ് ചെയ്യുന്നതും രണ്ടാണ്. സോ എക്സസൈസ് ചെയ്യുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സസൈസ്. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പം രാവിലെ എണീറ്റ് നടക്കാൻ പോകാമോ, നടക്കാൻ പൊക്കോ, ഓടിക്കോ,
ജോഗിങ് പോവാം, യോഗ ചെയ്യാം. ഇറ്റ്സ് ഒരു കുറച്ച് സ്പേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് യോഗ. നിങ്ങൾക്ക് രാവിലെ എണീറ്റ് ചെയ്യാം, വൈകുന്നേരം ചെയ്യാം, എന്തായാലും ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് യോഗ ക്ലാസ്സസൊക്കെ ഇപ്പം യൂട്യൂബിൽ തന്നെ എല്ലാം കിട്ടും. എല്ലാ യോഗ ക്ലാസ്സസും എങ്ങനെയാണ് ചെയ്യേണ്ട ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ക്ലാസ് എടുത്ത് തരും. ഒന്നുമില്ല, നിങ്ങൾ പാട്ടിട്ട് ഡാൻസ് കളി, 10-15 മിനിറ്റ് നിങ്ങൾ ഡാൻസ് കളി. ഓക്കെ, നിങ്ങളുടെ കലോറീസ് കുറയും, നിങ്ങളുടെ ആവശ്യമില്ലാത്ത ഫാറ്റ് ബേൺ ആയി പോവും. സോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇത്രയൊക്കെ. സോ ഈ വീഡിയോ ഇവിടെ തീരുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. എനിക്കറിയാം ഈ വീഡിയോ ഭയങ്കര റീച്ചോ കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല, എങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരു 100 പേര് കാണും. ആ 100 പേര് എന്നെ വിശ്വസിച്ചാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അവർക്ക് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ, അത്രയും ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും ഞാൻ ഒന്നും കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ എനിക്ക് ചുമ്മാ ഊഹിച്ച് പറയുന്നതോ അല്ല. നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്ക് മുമ്പും ആൾക്കാർ ജീവിച്ചിട്ടുണ്ട്. അവർ ഭയങ്കര നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സ്കിൻ കെയറോ ഇല്ലെങ്കിൽ ഫെയർ ആക്കണമെന്നോ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല. സ്കിൻ ഫെയർ ആയിരുന്നാൽ നിങ്ങൾ സുന്ദരിയാണെന്ന് പറയും. ഓക്കെ, നമ്മുടെ ജനറേഷൻ, ഞാൻ ഉൾപ്പെടെയുള്ള കുറേ പെൺപിള്ളേർ, എനിക്ക് തോന്നും കുറേ പെൺപിള്ളേർ അനുഭവിച്ചിട്ടുണ്ടാവും ഈ കളർ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, എത്രയൊക്കെ ആൾക്കാർ ലൈക്ക് കുഴപ്പമില്ല. പക്ഷേ അവർ സ്വന്തം ലൈഫിലോട്ട് വരുമ്പോൾ അവർ ചോദിക്കും. ആരായാലും സ്വന്തം ലൈഫിലോട്ട് വരുമ്പം ഇപ്പം എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു, ഓക്കെ വെളുത്താലേ സുന്ദരി ആവത്തുള്ളൂ. സോ നമ്മുടെ ചുറ്റുപാടുള്ള ഒരു കളർ ഡിസ്ക്രിമിനേഷൻ കാരണം നമ്മൾ എന്തെങ്കിലും ക്രീം തേച്ച് വെളുക്കണം അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഞാനും കുറേ ചിന്തിച്ചിട്ടുണ്ട്. ലൈക്ക് സോ നമ്മളായിട്ടിരിക്കുക. ആൾക്കാർ പലതും പറയും. നിങ്ങളെ എന്തെങ്കിലും ഒരാൾ നിങ്ങളെ ലൈഫിൽ ഒരാൾ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. യു ആർ ബ്യൂട്ടിഫുൾ ഇൻ യുവർ ഓൺ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ മതി. തീർന്നു, നമ്മുടെ സകല ഇൻസെക്യൂരിറ്റീസും തീർന്നു. സോ ഈ വീഡിയോ ഇവിടെ തീരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് തോന്നുമല്ലോ, അങ്ങനെയാണല്ലോ യൂട്യൂബിലല്ലേ. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.